മിമ്പറുൻ നബീൻ്റെ വിഷമം. സാധാരണക്കാർക്ക് അജ്ഞാതമാണല്ലോ മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ഖിൻ്റെ ലോകം. ഒരിക്കൽ പുതിയൊരു മിമ്പർ തനിക്കായി പണിയാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചു. ആശാരിമാർ പണി കഴിഞ്ഞ ഉടനെ നബി തങ്ങൾ അറിയിച്ചു. നല്ല ഭംഗിയുള്ള മിമ്പർ എല്ലാവർക്കും ഇഷ്ടമായി. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മിമ്പറിലേക്ക് കയറി. വലിയ റാഹത്തും സന്തോഷവും അവിടുത്തെ മുഖത്ത് കാണാമായിരുന്നു. പക്ഷേ ആരോ വല്ലാതെ കരയുന്നു. ഉറ്റ സുഹൃത്തിനെയോ സഖിയെയോ പിരിഞ്ഞ പിരിശത്താൽ കരയുന്നത് പോലെ അന്തരീക്ഷം ദുഃഖമുഖരിതമായി. ആരാണ് തേങ്ങിക്കരയുന്നത്? മുത്തുനബിക്ക് കാര്യം മനസ്സിലായി. പെട്ടെന്ന് മിമ്പറിൽ നിന്ന് താഴെ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരെ പോയത് അവിടെ നിന്ന് മുമ്പ് ഉപയോഗിച്ചിരുന്ന ഈത്തപ്പനയുടെ മിമ്പറിൻ്റെ അടുത്തേക്കാണ്. തിരുകരങ്ങളുടെ തലോടലിൽ വിഷമം പാടെ മറന്ന തൻ്റെ മിമ്പറിനോട് നബി തങ്ങൾ ചോദിച്ചു, നിന്നെ ഞാൻ ഇവിടെ വീണ്ടും നടട്ടെ? നിനക്ക് പഴയതിനേക്കാൾ വലിയ മരമായി തഴച്ചു വളരാം. അതോ നിനക്ക് നാളെ സ്വർഗത്തിലെ മരമാകണോ? സ്വർഗീയ അരുവികളിൽ നിന്ന് നിനക്ക് പാനം ചെയ്യാം. അള്ളാഹുവിൻ്റെ ഔലിയാക്കളും സ്വാലിഹീങ്ങളും നിൻ്റെ പഴങ്ങൾ ഭക്ഷിക്കട്ടെ. സ്വർഗമാണ് നബിയെ എനിക്ക് വേണ്ടത്. തിരുപ്രണയത്തിനു പകരം സ്വർഗം മാത്രം. എത്ര പവിത്രമായ പ്രണയം!